ഹലോ, എന്ന് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ആൻസർ കീ ആണ് നോക്കുന്നത്. ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. നമുക്ക് 2 റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ റെക്റ്റാങ്കിൾസിൻ്റെ ആദ്യത്തെ റെക്റ്റാങ്കിളിൽ അതിൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ ലെങ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത്തതിൽ നമുക്ക് ലെങ്ത്ത് മാത്രമേ തന്നിട്ടുള്ളൂ. The first rectangle has a length of 10 cm and a height of 7 cm. The length of the second rectangle is 12 cm. Okay. So what is the perimeter of the first rectangle? ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനാണ് പറഞ്ഞത്. അത് എത്രയാണ്? നമുക്കത് 34 ആണ് കിട്ടുക അല്ലേ? യെസ്. ഓക്കെ, നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ അല്ലേ? ഇവിടെയും 10 വരും, ഇവിടെ 7 വരും. നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 34 കിട്ടും കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി സെക്കൻഡ് റെക്റ്റാങ്കിൾ? രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് 5 ആണ് കേട്ടോ. ഇവിടെ 5 വരും. നോക്കൂ, അപ്പോൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12 + 5 നമുക്ക് 17 കിട്ടും അല്ലേ? ഇത് രണ്ടും കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 17 കിട്ടും. 17 × 2 17 × 2 34 കിട്ടിയില്ലേ? അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് 5 ആണ് കേട്ടോ. സി ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ബോത്ത് റെക്റ്റാങ്കിൾ. 2 റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ കാണാനാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ 12 × 5 അല്ലേ? 12 × 5 ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ 10 × 7 ചെയ്യുമ്പോൾ നമുക്ക് 70 കിട്ടും അല്ലേ? യെസ്. അപ്പോൾ അതാണ് അതിൻ്റെ ഏരിയ. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ 144 ഈസ് ഡിവൈഡഡ് ബൈ 10? 144നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? ഓക്കെ, നമ്മൾ 144 ഇട്ടു, 10 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്കിവിടെ 14 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 140 കിട്ടും. ഇതാ ബാലൻസ് 4. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ബാലൻസ് എത്രയാണ്? റിമൈൻഡർ എത്രയാണ്? 4 ആണ് കേട്ടോ. ഓക്കെ, ബിക്കോസ് നോക്കൂ. ഫൈൻഡ് വെദർ 144 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. ഈ 144 8ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. ആണല്ലേ? കാര്യം എന്താ? നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം 18 ആണ് കേട്ടോ. അത് മാറ്റി എഴുതാം. 144നെ 8 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ? ഡിവൈഡ് ചെയ്യുമ്പം 14 യെസ് 18 ആണ് ഇവിടെ. അപ്പം 18 8s ആർ എത്ര കിട്ടും? 144 ആണല്ലേ? യെസ്, 144 കണ്ടോ? അപ്പോൾ റിമൈൻഡർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ്? 8ൻ്റെ മൾട്ടിപ്പിളാണ് 144 അല്ലേ? യെസ്. ഓക്കെ ആണല്ലോ. നമ്മൾ അതിൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക, അത് വെച്ചൊന്ന് നമ്മളൊന്ന് ചെയ്ത് നോക്കുക അല്ലേ? ഒന്ന് ഹരിച്ച് നോക്കുക. അപ്പോൾ നമുക്കതിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. റിമൈൻഡർ 0 കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ തന്നിട്ടുള്ള സംഖ്യയുടെ മൾട്ടിപ്പിളാണ്. ഓക്കെ, സി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് നമ്പർ ഈസ് ലെസ് ദാൻ 20 ലീവ്സ് എ റിമൈൻഡർ ഓഫ് 1 വെൻ ഡിവൈഡഡ് ബൈ 3 or 4? 20ൽ താഴെയുള്ളൊരു നമ്പർ അല്ലേ? അത് നമ്മൾ എന്താണ് 3 കൊണ്ടോ 4 കൊണ്ടോ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരണം. അങ്ങനെയുള്ള നമ്പർ ഏതാണെന്നാണ് ചോദിച്ചത്. അത് 13 ആണ് കേട്ടോ. 13 ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. 13നെ ഏത് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്? ഒരു 3 വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം 3 × 4 12 ആണ് അല്ലേ? ബാലൻസ് 1 വരും. കണ്ടോ? ഓക്കെ ആണല്ലോ. അപ്പോൾ 13 ആണ് നമ്പർ. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ഡസ് നോട്ട് ലീവ് എ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 2 or 3? അത് 24 ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 24 ഓരോന്നിനും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? 24നെ നമുക്ക് 2 വെച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഡസ് നോട്ട് ലീവ് എ റിമൈൻഡർ അല്ലേ? റിമൈൻഡർ ഇല്ലല്ലോ, ഇവിടെ 0 അല്ലേ? ഇപ്പോൾ റിമൈൻഡർ ഇല്ല. അപ്പോൾ എന്താണ്? 24 ആണ് കേട്ടോ. അതിൽ നമുക്ക് വേണമെങ്കിൽ 20 വെച്ചിട്ട് ചെയ്ത് നോക്കാം. പക്ഷേ 20 വെച്ചിട്ട് 2 നമ്പറും വേണം അല്ലേ? 3യും വേണം, 2ഉം ചെയ്യുമ്പോൾ റിമൈൻഡർ വരാൻ പാടില്ല. 2 മാത്രം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 0 റിമൈൻഡർ കിട്ടും. നമ്മൾ ശരിക്കും 20 ആണെന്ന്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് കറക്റ്റ് കുത്താൻ നോക്കൂ അല്ലേ? അപ്പോൾ 3 വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൂ. 6 വരുമ്പോൾ ഇവിടെ 18 ആവും അല്ലേ? ബാലൻസ് 2 ആവും.
അപ്പോൾ അതല്ല, അപ്പോൾ 24 ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്തത് നോക്കൂ, ആക്ടിവിറ്റി 3. ഡ്രോ എ ടേബിൾ ആൻഡ് ക്ലാസിഫൈ ദ ഫോളോയിങ് നമ്പേഴ്സ്. അപ്പം നമുക്കൊരു 4 കോളം തന്നിട്ടുണ്ട് അല്ലേ. നമ്പേഴ്സ് ഹാവിങ് എ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 2, നമ്പേഴ്സ് ഡു നോട്ട് ലീവ് എ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 4, നമ്പേഴ്സ് ലീവ് എ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 5, നമ്പേഴ്സ് ഡു നോട്ട് ലീവ് എ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 5 or 10. അപ്പം ഞാൻ നമ്പേഴ്സ് പറയാം. ആദ്യത്തെ കോളത്തിൽ വരുന്നത് 33 വരും അല്ലേ, 33 വരും, 17 വരും, 45 വരും, 49 and 35. ഓക്കെ, നിങ്ങൾ ഇതിലുള്ളത് നോക്കണം എന്നില്ല കേട്ടോ, ഇതിലൊക്കെ അങ്ങനെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ പറയുന്നത് കേട്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കോളത്തിൽ ഫസ്റ്റ് കോളം കൊടുത്ത് ശരിയല്ലേ, 33 വരും, 17 വരും, 45 വരും, 49 and 35 വരും. ഓക്കെ, സെക്കൻഡ് കോളത്തിൽ 28 വരും, 44 വരും, 60 വരും, 52 വരും, പിന്നെ 64 വരും. നെക്സ്റ്റ് കോളത്തിൽ 28, 33, 70 and 22. ഓക്കെ, പിന്നെ 44, 49, 52, 64. ലാസ്റ്റ് കോളത്തിൽ ഏതാ വരിക, 60 അതുപോലെ തന്നെ 70 വരും. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് വിൽ ലീവ് എ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 100 and 1000? അത് ഓപ്ഷൻ എ ആണ് കേട്ടോ, 30 ആണ്. ആക്ച്വലി ഇവിടെ റിമൈൻഡർ ഇല്ലാതെ വരുന്നത് 100 ആണ് അല്ലേ. യെസ്, 100 ആണ് കറക്റ്റ് വരുന്നത്. 100 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക്, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ 0 വരും അല്ലേ. യെസ്, ബാക്കി എല്ലാത്തിനും റിമൈൻഡർ ഉണ്ടാവും, 100 ആകുമ്പോൾ റിമൈൻഡർ ഉണ്ടാവില്ല അല്ലേ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 3 candidates contested in an election. The votes they received were 4,46,326, 4,84,431 and 4,12,376. Arrange these numbers from the smallest to the largest. നമുക്ക് ആദ്യത്തെ നമ്പർ നോക്കിയാൽ തന്നെ മതി അല്ലേ. ആദ്യത്തെ 2 നമ്പർ നോക്കും. ഇവിടെ 44 ആണ്, ഇവിടെ 48 ആണ്, ഇവിടെ 41 ആണ്. അപ്പോൾ ആദ്യം ഇത് വരും, രണ്ടാമത് ഇത് വരും, മൂന്നാമത് ഈ നമ്പർ വരും. ഓക്കെ ആണല്ലോ. അങ്ങനെ നമ്മളത് അറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി വോട്ട്സ് ഡിഡ് ഓൾ ഓഫ് ദം ഗെറ്റ്? ഇവരെല്ലാവർക്കും കൂടി എത്ര വോട്ട് കിട്ടിയെന്ന്. അപ്പം നമ്മളിത് 3 കൂടി കൂട്ടി നോക്കണം അല്ലേ. അപ്പോൾ 3 കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ? നിങ്ങൾക്ക് ഇത് തന്നെയാണോ കിട്ടിയിട്ടുള്ളതെന്ന് നോക്കണം കേട്ടോ. സോറി, 13,43,133. ഓക്കെ, 13,43,133. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് വോട്ട്സ്? അപ്പം ഏറ്റവും കൂടുതൽ കിട്ടിയ വോട്ടും കുറവ് കിട്ടിയ വോട്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെത്രയാണ്? 2 കൂടി മൈനസ് ചെയ്യണമല്ലേ. അപ്പോൾ നമുക്ക് മൈനസ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ എഴുതാം കേട്ടോ ആൻസർ. അവിടെ ഓക്കെ ഇവിടെ തന്നെ എഴുതി വെക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആൻസർ കിട്ടിയിട്ടുണ്ടോ? അത് 7 ആട്ടോ. ഓക്കെ, 72,055. ഓക്കെ, ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്മോളസ്റ്റ് 5-digit നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ്സ് 1, 2, 0, 8, 7? ഈ ഡിജിറ്റ്സ് വെച്ചിട്ട് നിർമ്മിക്കാവുന്നതിൽ ഏറ്റവും ചെറിയ ഡിജിറ്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് ബി ആണ് കേട്ടോ. ഓക്കെ, ഇനി 5ാമത്തെ ആക്ടിവിറ്റി നോക്കാം. വിച്ച് ഈസ് ദ മിസ്സിംഗ് ഫാക്ടർ? മിസ്സിംഗ് ഫാക്ടർ ഏതാണ് ഇവിടെ? ഇവിടെ 3 ആണ് കേട്ടോ. 3 ആണ് ഇവിടുത്തെ മിസ്സിംഗ് ഫാക്ടർ. ഓക്കെ, ഇനി ഫൈൻഡ് 250 ഡിവൈഡഡ് ബൈ 25 ബൈ റിമൂവിങ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് ബോത്ത് ദ നമ്പേഴ്സ്. ബി ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കതവിടെ 10 വരും കേട്ടോ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. ഡിവൈഡ് ദ നമ്പർ 3 × 3 × 5 × 7 ബൈ 3 × 7. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കോഷ്യൻ്റ്? അത് ബി ആണ്. 3 × 5 ആണ് കേട്ടോ. 6ാമത്തെ ആക്ടിവിറ്റി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി ആയിരിക്കും അല്ലേ. ഇത് വളരെ ഈസി ആയിരുന്നു. വിച്ച് ഫ്രൂട്ട് ഈസ് ലൈക്ഡ് ബൈ മോസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ?
ഏതാണ് ഗ്രേപ്സ് ആണല്ലേ. ഇത് നമ്മൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഹു ലൈക്സ് ആപ്പിൾ? ആപ്പിൾ ഇഷ്ടപ്പെടുന്ന ആൺകുട്ടികളുടെയും അതുപോലെ തന്നെ പെൺകുട്ടികളും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ 150ഉം ഗേൾസ് 100ഉം ആണല്ലേ. അപ്പോൾ 150 മൈനസ് 100, അപ്പോൾ എത്രയാണ്? ഇത് 100 ആണേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 ആണ് അല്ലേ. യെസ്, 150 100 പോയിട്ടുണ്ടെങ്കിൽ 50. ഓക്കെ ആണല്ലോ. അതാണ് ബീൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഈച്ച് ഐറ്റം ഈസ് റിട്ടൺ ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് കം ഇൻ ദ തേർഡ് പ്ലേസ്? അപ്പം നമ്മൾ അതിന് എന്താ ചെയ്യേണ്ടത്? ഈ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിലും ബോയ്സിനും ഗേൾസിനും ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട് 2 പേരുടെയും ഡിജിറ്റ് തമ്മിൽ കൂട്ടി നോക്കണം. ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ 75ഉം അതുപോലെ തന്നെ 125ഉം അത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 200 കിട്ടും. അപ്പം നമ്മൾ ഓറഞ്ച് 200. ഇനി ആപ്പിൾ ആകുമ്പോഴോ 100ഉം 150 ആണ് അല്ലേ. യെസ്, എവിടെ പോയി ആപ്പിൾ? ഇതാ 150 ആൻഡ് 100, അത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് 250 കിട്ടും കേട്ടോ. 250 കിട്ടും. അടുത്തത് ഗ്രേപ്സ് കൂട്ടി നോക്കുമ്പോഴോ ഗ്രേപ്സ് ഇവിടെ 150 300 അല്ലേ. യെസ്, ഇനി ലാസ്റ്റ് വൺ ഗുവാവ ആകുമ്പോഴോ നമുക്ക് 200ഉം അതുപോലെ തന്നെ 75ഉം 275. അപ്പോൾ ഇത് രണ്ടും കൂട്ടി നോക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ ഇതിൽ തേർഡ് പ്ലേസിൽ വരുന്നത് ആരാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യം ഓറഞ്ച് വരും, രണ്ടാമത് ആപ്പിൾ വരും, മൂന്നാമത് നമ്മുടെ പേരക്ക വരും അല്ലേ. യെസ്, അപ്പോൾ ഗുവാവയാണ് തേർഡ് പ്ലേസിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫ്രൂട്ട് ഈസ് ലൈക്ക് ബൈ ബോയ്സ് ആൻഡ് ഗേൾസ് ഈക്വലി? ഒരുപോലെ വരുന്നത് ഏതാ? ഗ്രേപ്സ് ആണല്ലേ. അപ്പോൾ നമ്മൾ ഗ്രേപ്സ് എഴുതും. റൈറ്റ് അനദർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദി ഗിവൻ ഗ്രാഫ്. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിരുന്നു അല്ലേ. നമുക്കൊരു ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഫ്രൂട്ട് ഈസ് ലൈക്ക് ബൈ മോസ്റ്റ് ഓഫ് ദി ബോയ്സ് അല്ലേ. ആൺകുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട് ഏതാണ്? അതുപോലെ തന്നെ വിച്ച് ഫ്രൂട്ട് ഈസ് ലൈക്ക് ബൈ മോസ്റ്റ് ഓഫ് ദി ഗേൾസ്, പെൺകുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട് ഏതാണെന്നും ചോദിക്കാം. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി. എ 2 meter long ribbon is cut into 5 identical pieces. Suhara took a piece. How many meters of ribbon did Suhara get? സുഹറയ്ക്ക് അപ്പോൾ എത്ര പീസ് കിട്ടിയിട്ടുണ്ടാവും? 2/5 ആണല്ലേ. യെസ്, 2/5 ആണ് സുഹറയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്ത് നോക്കാം. ശോഭ took the remaining pieces. How many meters did ശോഭ get? ശോഭയ്ക്ക് എത്രയാണ്? 3/5 ആണ് കേട്ടോ. ഓക്കെ, ഇത് ആദ്യത്തത്, ഇത് രണ്ടാമത്തത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? 2/5 ആണ്. 2/5 ആണ്. രണ്ടാമത്തത് ശോഭയ്ക്ക് കിട്ടിയത് 3/5 ആണ്. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. ഈ 5 meter ribbon is divided equally among 4 people. How many meters of ribbon will each one get? ഇത് രണ്ടെഴുതിയാലും ശരിയാണ് കേട്ടോ. ഓക്കെ, 1/4 or 5/4. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു ഹാഫ്? 7/4 ആണ് കേട്ടോ. 5/7 ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഹിന്ദി ചെയ്യാനുണ്ടല്ലേ. യെസ്, അടുത്ത് നമുക്ക് ഹിന്ദിയായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.